ഹലോ ഗൈസ്, വെൽക്കം ടു മാഡ്രിഡ് മീഡിയ. തങ്ങളുടെ 15ാം UCL കിരീടം തേടി UCLന്റെ രാജാക്കന്മാർ റയൽ മാഡ്രിഡ് ഇറങ്ങുകയാണ്. പൊതുവെ നമ്മളെപ്പോഴും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വരുന്ന സമയത്ത് എന്താ പറയുക, എല്ലാ മീഡിയകളും റയൽ മാഡ്രിഡിനെ എഴുതി തള്ളും, എന്നിട്ട് വിമർശകരുടെ വായടപ്പിച്ച് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റാറ്. എന്നാൽ ഈ തവണ ഫൈനൽ വളരെ തികച്ചും വ്യത്യസ്തമാണ്. എല്ലാവരും ഫേവറേറ്റ്സ് ആയിട്ട് റയൽ മാഡ്രിഡിനെയാണ് കാണുന്നത്. ഒബ്വിയസ്ലി നമുക്കറിയാം, നമ്മുടെ പ്ലേയേഴ്സിന്, ഡോട്ട്മുണ്ടിന്റെ പ്ലേയേഴ്സിനേക്കാളും ഒരുപാട് ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സാണ്. അതുപോലെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ത്രീ, വിനീഷ്യസ്, JB5 ആൻഡ് റോഡ്രിഗോ, അതൊക്കെ വളരെ നല്ലൊരു ഫ്രണ്ട് ത്രീ ആണ്. പക്ഷേ എന്നിരുന്നാലും ഒരിക്കലും നമുക്ക് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ എഴുതി തള്ളാൻ വേണ്ടി പറ്റുകയില്ല. എനിക്ക് തോന്നുന്നു പലരും പറയുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ബൊറൂസിയ ഡോട്ട്മുണ്ട് ബുണ്ടസ് ലീഗയിൽ ഇത്തവണ 5ാം സ്ഥാനത്താണ്. ബുണ്ടസ് ലീഗയിൽ അവർ 7 ഡിഫീറ്റ്സ് കൺസീഡ് ചെയ്തു. അതുകൊണ്ട് ബൊറൂസിയ ഡോട്ട്മുണ്ട് ഫേവറേറ്റ്സ് അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ പണ്ട് 2014 അണ്ടർ ഡോഗ് അത്ലറ്റിക്കോക്കെതിരെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുമാത്രമല്ല 1999-2000 സീസണിൽ അന്ന് 5ാമത് ലാലിഗയിൽ ഫിനിഷ് ചെയ്തിരുന്ന റയൽ മാഡ്രിഡാണ് അവസാനം UCL ഉയർത്തിയത്. നമുക്കൊരിക്കലും ഒരു ടീമിന്റെ ലീഗിലെ പെർഫോമൻസും അവരുടെ ചാമ്പ്യൻസ് ലീഗ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബൊറൂസിയ ഡോട്ട്മുണ്ട് ഈ സീസണിൽ ബുണ്ടസ് ലീഗയിലും ചാമ്പ്യൻസ് ലീഗിലും 2 സെപ്പറേറ്റ് ടീമുകൾ പോലെയാണ് കളിക്കുന്നത്. ഡോട്ട്മുണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമാണ്. അവരുടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഡോട്ട്മുണ്ട് എങ്ങനെ കളിക്കുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം അവർ ചിലപ്പോഴൊക്കെ ഹൈപ്രസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു, ചില സമയത്ത് മിഡ് ബ്ലോക്കിലേക്ക് പോകുന്നത് കണ്ടു. ആ ഡോട്ട്മുണ്ടിന്റെ ഒരു മിഡ് ബ്ലോക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ച് മാറ്റ് ഹമ്മൽസ് ഒക്കെ ഡിഫെൻഡ് ചെയ്യുന്ന രീതി നമുക്കറിയാം. ഈ സീസണിലെ UCL ഏറ്റവും നല്ല ഡിഫെൻസീവ് സ്റ്റാറ്റസ് ഉള്ളത് മാറ്റ് ഹമ്മൽസിനാണ്. മാത്രമല്ല നമ്മൾ ആലോചിക്കണം, മരണ ഗ്രൂപ്പിലാണ് ഡോട്ട്മുണ്ട് ഉണ്ടായത്. അത് മിലാനും PSG-യും അതുപോലെ തന്നെ ന്യൂകാസിലും ഉണ്ടായിരുന്ന മരണ ഗ്രൂപ്പിൽ കളിച്ചിട്ട് പോലും ബൊറൂസിയ ഡോട്ട്മുണ്ട് 4 ഗോളാണ് കൺസീഡ് ചെയ്തത്. വെറും 4 ഗോൾ. എന്ന് മാത്രമല്ല ആ ഗ്രൂപ്പിൽ ഫസ്റ്റ് ആയിട്ടാണ് അവർ UCL നോക്കൌട്ട്സിലേക്ക് ക്വാളിഫൈ ചെയ്തത്. ആ ഒരു കാര്യം നമ്മൾ ഓർക്കുക, അത്രയും ഡിഫൻസീവ്ലി ബൊറൂസിയ ഡോട്ട്മുണ്ട് സ്ട്രോങ് ആണ്. മാത്രമല്ല അവർ ചില സമയത്ത് ലോ ബ്ലോക്കുകളിലേക്ക് പോലും പോകുന്നുണ്ട്. ഇപ്പോൾ മാറ്റ് ഹമ്മൽസ്, ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ ലെജൻഡ് ആയിട്ടുള്ള മാറ്റ് ഹമ്മൽസ് പോലും ഈ ഒരു കാര്യത്തിൽ ഡോട്ട്മുണ്ടിനെ ക്രിട്ടിസൈസ് ചെയ്യണ്ടായി. ഡോട്ട്മുണ്ട് സാധാരണ ഗതിയിൽ അങ്ങനെ ലോ ബ്ലോക്കിലേക്കൊന്നും പോകാത്തൊരു ടീമാണ്. പക്ഷെ അവർ വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടാണ് ഈ സീസണിൽ കളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. മാത്രമല്ല ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർ സെറ്റ് പീസിൽ വളരെ സ്ട്രോങ് ആണ്. റയൽ മാഡ്രിഡ് നമുക്കറിയാം, ഈ സീസണിൽ സെറ്റ് പീസിൽ നമ്മൾ വളരെ വീക്ക് ആയിട്ടാണ് തോന്നുന്നത്. പലപ്പോഴും എന്തൊരു പെനാൽറ്റി കൺസീഡ് ചെയ്ത പോലെയൊക്കെയാണ് നമ്മൾ വല്ല കോർണറൊക്കെ കൺസീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു റിയാക്ഷൻ ഒക്കെ വെച്ച് നമ്മൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. എൽ ക്ലാസിക്കോയിൽ നമ്മൾ കണ്ടു, നമുക്ക് ആ ഒരു സെറ്റ് പീസ് ഡീൽ ചെയ്യാൻ വേണ്ടി തീരെ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് പോസിറ്റീവായി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തിബോ കുർട്ടോയുടെ റിട്ടേൺ ആണ്. തിബോ കുർട്ടോ നല്ല രീതിയിൽ ബോക്സ് കമാൻഡ് ചെയ്യും ഈ സെറ്റ് പീസുകളൊക്കെ വരുന്ന സമയത്ത്. അത് കുർട്ടോയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം. നമുക്കറിയാം, യൂണിയൻ പലപ്പോഴും ഈ ഒരു ബോക്സ് കമാൻഡ് ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട് സെറ്റ് പീസുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. തിബോ കുർട്ടോയുടെ റിട്ടേൺ ഒരു വലിയ ബൂസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ സെറ്റ് പീസ് ഡീൽ ചെയ്യുന്ന സമയത്ത്. നമുക്കറിയാം UCL ഫൈനൽസ് വളരെ നാരോ മാർജിൻസിലാണ് പലപ്പോഴും വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഡോട്ട്മുണ്ടിനെ എഴുതി തള്ളാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ലാസ്റ്റ് 4 UCL ഫൈനൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, PSG വേഴ്സസ് നമ്മുടെ ബയേൺ ഫൈനൽ അത് 1-0 ജയിച്ചത്. അതുപോലെ റയൽ വേഴ്സസ് ലിവർപൂൾ ഫൈനൽ അഗൈൻ 1-0 വിക്ടറി ഉണ്ടായത്. ഇനി മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ഇന്റർ മിലാൻ ഫൈനൽ, അതും അഗൈൻ 1-0 വിക്ടറി ഉണ്ടായത്. ചെൽസി വേഴ്സസ് മാൻ സിറ്റി ഫൈനൽ അഗൈൻ 1-0 വിക്ടറി ഉണ്ടായത്. UCL ഫൈനലിൽ ഓരോ ചെറിയ കാര്യം പലപ്പോഴും നിർണായകമായി. അതുകൊണ്ട് നമ്മൾ ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത നല്ല രീതിയിൽ കോമ്പാക്റ്റ് ആയിരുന്നിട്ട് ഡിഫൻസീവ്ലി വളരെ സോളിഡായി കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടിയും ലൂക്ക മോഡ്രിച്ചും ഒക്കെ തന്നെ പ്രസ് കോൺഫറൻസിൽ പറയണ്ടായി, നിങ്ങളൊരു സിംഗിൾ ടൈ മാച്ചിൽ, എസ്പെഷ്യലി ഒരു ഫൈനലിൽ ഒരു ടീമിനെ നമുക്ക് എഴുതിത്തള്ളാൻ വേണ്ടി പറ്റില്ല. ഒരു സിംഗിൾ മിസ്റ്റേക്ക് പോലും ഒരു ഗെയിം കോസ്റ്റ് ചെയ്തേക്കാം. നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കണം. പക്ഷെ നമ്മൾ കോഷ്യസ്ലി ഒപ്റ്റിമിസ്റ്റിക് ആണ്. നമ്മൾ നല്ലൊരു സ്ക്വാഡുമായിട്ടാണ്, നല്ല പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഈ തവണ പോകുന്നത്. മാത്രമല്ല ടോണി ക്രൂസിന്റെ തന്റെ ആദ്യത്തെ UCL അദ്ദേഹം നേടിയത് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ തോൽപ്പിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ അവസാന UCLും അദ്ദേഹത്തിന് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ തോൽപ്പിച്ച് തന്നെ നേടാൻ സാധിക്കട്ടെ എന്ന് വിഷയമാണ്. ഫുട്ബോളിലെ 4 ബിഗ്ഗസ്റ്റ് ലെജൻസിന്റെ ഒരു ലാസ്റ്റ് മാച്ചും കൂടിയാണ്. അത് അവരുടെ ടീമുകൾക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് മാച്ചാണ് വരാൻ വേണ്ടി പോകുന്നത്. മാർക്കോ റൂയൂസിന്റെ ബൊറൂസിയ ഡോട്ട്മുണ്ടിന് വേണ്ടിയുള്ള അവസാന മത്സരമാണ്. മാറ്റ് ഹമ്മൽസിന്റെ അവസാന മത്സരമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ
ഇതിഹാസ മിഡ്ഫീൽഡർ ടോണി ക്രൂസിന്റെ ലാസ്റ്റ് മാച്ച് ഓഫ് ദ ഗെയിമാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യാണ്. മാത്രമല്ല നാച്ചോ ഫെർണാണ്ടസ്, അദ്ദേഹം ഈ സീസൺ നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ ലാഫാബ്രിക്കയുടെ മിന്നും താരം, അദ്ദേഹം നമ്മുടെ ക്ലബ്ബ് വിട്ടു പോവുകയാണ്. അദ്ദേഹത്തിന് നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ടുള്ള അവസാന മാച്ച് ആയിരിക്കും ഈ ഒരു UCL ഫൈനൽ. ഈ UCL ഫൈനലിൽ എന്ത് വില കൊടുത്തും നമുക്ക് വിജയിച്ചേ പറ്റുള്ളൂ. അപ്പോള 15 ഹല മാഡ്രിഡ്.